ഇന്നത്തെ നമ്മുടെ വീഡിയോ സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്, ഇപ്പോൾ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്കിതിലേക്കായിട്ടൊരു 1/2 ലിറ്റർ പാലൊന്ന് ചൂടാക്കി എടുക്കണം. ഫ്രഷ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. പാല് ചൂടാക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഇളക്കി കൊടുക്കേണ്ട കാര്യം മറക്കരുത് കേട്ടോ, കാരണം വെള്ളം ചേർക്കാത്ത പാലല്ല, അതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ടൊരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ മുഴുവൻ പഞ്ചസാര ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് അതിന് കൂടുതൽ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ടാണ് മധുരം കറക്റ്റാക്കി എടുക്കുന്നത്. ടേസ്റ്റ് നോക്കിയിട്ടാക്കാം. എന്നിട്ട് ഇത് അത്യാവശ്യം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു പാലിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മുൻപ് തന്നെ നമ്മൾ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ട് ഒരു 10 എണ്ണം എടുത്തിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് കുറച്ച് പാലിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ആ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഈ ഒരു പാലിൻ്റെ കൂട്ടിലേക്ക്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു മിനിറ്റ് നല്ലോണം തിളച്ചോട്ടിട്ട് ചെറിയ തീയിൽ. ഇനിയിപ്പോൾ നമ്മൾ ഡേറ്റ്സ് അരച്ചെടുത്തതിന് പകരം പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ഡേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ, കാരണം ഈ ഒരു പാലിലേക്ക് അത് ഒഴിച്ചാൽ പിരിയാൻ ചാൻസ് കൂടുതലാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഹേസൽനട്ട് മിക്സിൻ്റെ എസൻസും കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് ഒഴിവാക്കുക. കോഫിയുടെ തന്നെ ഫ്ലേവർ അത്യാവശ്യത്തിന് ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി വാനില എസൻസ് കൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒരു മിനിറ്റ് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഒരു 3.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം കട്ടയൊന്നുമില്ലാതെ മിക്സാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് ചെയ്യണം. അല്ലെങ്കിൽ ഈ കോൺഫ്ലവർ ഒഴിക്കുന്നതും കട്ടയാവുന്നതും ഒന്നിച്ചായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെറിയ തീയിൽ നല്ലോണം ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ കുറച്ച് സമയം മിക്സാക്കുമ്പോഴേക്കും ഇത് കുറച്ചൊന്ന് കട്ടിയാവാനായിട്ട് തുടങ്ങും. ഇതുപോലെ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നല്ല ചൂടുള്ളതിൽ തീ കൂട്ടി വെച്ചിട്ട് കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ച് പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ചെറുതായിട്ട് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ടാണ്, ഞാൻ സ്റ്റീലിൻ്റെ വിസ്ക് ആയതുകൊണ്ടാണ് കൂടുതലായിട്ട് വിസ്ക് ചെയ്യാത്ത. നോക്കിയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുത്താൽ മതി. കോൺഫ്ലവർ വെച്ചിട്ട് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പെട്ടെന്ന് തീ കൂട്ടി വെച്ചിട്ട് കട്ടയാക്കരുത്. അങ്ങനെ ആവുന്ന സമയത്ത് അത് വെന്തിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിലിരുന്ന് ആ ഒരു പൊടി വെന്ത് വന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു പച്ച രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല ചെറിയ തീയിലിരുന്നിട്ട് തന്നെ നമ്മൾ കോൺഫ്ലവറൊക്കെ നല്ല വെന്ത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ആക്കുകയാണ്. എന്നിട്ടൊരു കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടി പിടിക്കുന്നൊരു പ്രശ്നം ഉണ്ടാവും. ലാസ്റ്റ് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക, ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട്. എന്നിട്ട് ചൂടോട് കൂടി തന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി പുഡിംഗ് സെറ്റാക്കാൻ വേണ്ടി വെക്കുന്ന പാത്രത്തിൽ കുറച്ചൊരു ബട്ടറോ അല്ലെങ്കിൽ നെയ്യായിട്ടോ ഒന്ന് തടവി കൊടുക്കണേ, എന്നാലും നമുക്ക് ഇങ്ങനെ കമിഴ്ത്തിയെടുക്കണമെങ്കിൽ വേണമെങ്കിൽ. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് വലിയ പാത്രത്തിൽ ഒഴിക്കണമെങ്കിൽ ഒഴിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ബൗളിലേക്ക് ഇതുപോലെ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഇതിവിടെ കുറച്ച് ഇതുപോലത്തെ ചെറിയ ഗ്ലാസ്സിലേക്കും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ്സിലും ബട്ടർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ കോരി കഴിക്കാനാണെങ്കിൽ ബട്ടർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും നല്ലൊരു ടേസ്റ്റും ഉണ്ടായിക്കോട്ടെ. ഇനിയിപ്പോൾ ഇത് നല്ല തണുത്ത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, താഴെ വെച്ചാൽ മതി. ഒരു 2-3 മണിക്കൂർ എന്തായാലും വേണ്ടി വരും കേട്ടോ, കാരണം ചൈന ഗ്രാസും ജലാറ്റിനൊന്നും ഇല്ലാത്തല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നല്ല തണുത്ത് നല്ല സെറ്റായി വരട്ടെ. അപ്പോൾ അങ്ങനെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അമർത്തി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ഡേറ്റ്സിൻ്റെ സിറപ്പ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഡേറ്റ് സിറപ്പ് അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി ഒഴിച്ചാലും മതി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കോരി കഴിക്കുമ്പോൾ ഡേറ്റ് സിറപ്പോടൊക്കെ കൂടി ഇങ്ങനെ കോരി കഴിക്കുമ്പോഴാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പം ഞാൻ ചെറിയ ഗ്ലാസ്സുള്ളതിൽ കുറച്ച് മേൽഭാഗത്ത് കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ കോരി കഴിക്കുന്ന സമയത്ത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പി തന്നെയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ഇല്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്